നമസ്കാരം. നോർത്ത് തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ ആമ്പൂർ എന്ന സ്ഥലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ആമ്പൂർ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആമ്പൂർ ബിരിയാണിയെ മറ്റു ബിരിയാണികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മൾ അതിൽ ചേർക്കുന്ന ചില്ലി പേസ്റ്റാണ്. ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 12 കാശ്മീരി ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വറ്റൽമുളകും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. നല്ല കളറ് കിട്ടുന്നതിനും അതുപോലെ തന്നെ എരിവ് കുറഞ്ഞിരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ഉണക്കമുളക് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അരമണിക്കൂർ നേരം കുതിർക്കാനിടണം. അരമണിക്കൂറിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്നെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇനി ഇത് മാറ്റിവെക്കുക. സീരക സാമ്പാർ റൈസ് എന്നറിയപ്പെടുന്ന അരിയാണ് ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് സാധാരണ ഉപയോഗിക്കാറ്. ഇത് തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള അരിയാണ്. പക്ഷേ ഇത് കേരളത്തിൽ വളരെ വിരളമായിട്ടേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മലബാർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കൈമ റൈസ് അഥവാ ജീരകശാല അരി ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കിയ 1 കിലോ അരിയിലേക്ക് വെള്ളമൊഴിച്ച് അരമണിക്കൂർ നേരം കുതിർക്കാനിടണം. 1 കിലോ അരിയും 1 കിലോ ചിക്കനും ഉപയോഗിച്ചാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. 6 പേർക്ക് സെർവ് ചെയ്യാൻ ഇത് മതിയാകും. അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇത് ഒരു അരിപ്പയിലേക്കിട്ട് വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ വെള്ളം ഊറ്റിക്കളഞ്ഞ അരിയാണിത്. ഇനി ഇത് മാറ്റിവെക്കുക. അടുത്തതായിട്ട് അരി വേവിക്കുന്നതിനായി 2.5 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. ഇനി അടികട്ടിയുള്ളതോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ആയ ഒരു ബിരിയാണി പാത്രത്തിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിക്കുക. ട്രഡീഷണൽ ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് നെയ്യ്. നെയ്യ് തന്നെ വേണമെന്നില്ല, അതിനു പകരം എണ്ണ ഒഴിച്ചാലും മതി. എണ്ണയും നെയ്യും കൂടി ഏകദേശം 200 ml ആണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അതിലൊട്ടും കുറവ് വരുത്തരുത്, അത്രയും തന്നെ വേണം. സ്റ്റൗ ഓൺ ചെയ്യുക. എന്നിട്ട് ഇത് ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കണം. എന്നാൽ മാത്രമേ ആ സ്പൈസസിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ. 10 ഏലയ്ക്ക, 3 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട, 10 ഗ്രാമ്പു, 4 തക്കോലം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കിലോ സവോള, അതായത് 4 സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി വഴറ്റിയെടുക്കുക. ഇതേ അളവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അതല്ല ഇതിൻ്റെ പകുതി അളവിലാണ് ചെയ്യുന്നതെങ്കിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്, അതായത് 75 ഗ്രാം. ഇനി ഇത് 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം 5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, അതും 75 ഗ്രാംസ്. വീണ്ടും ഏകദേശം 2 മിനിറ്റ് നേരം, അതായത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ ഒന്ന് മാറാൻ തുടങ്ങുന്നത് വരെ ഇളക്കുക. ആമ്പൂർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ചരച്ച് ചേർക്കാറില്ല. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ച് വേണം ചേർക്കാൻ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ മാറി ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ചേർക്കുക. വീണ്ടും 2 മിനിറ്റ് നേരം കൂടി നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം 3 തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ അല്പം മിൻറ്റ് ലീവ്സ്, പുതിനയില, കുറച്ച് മല്ലിയില. ഇനി 2 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ ചേർക്കുക. ഇനി തീ കൂട്ടി വെച്ച ശേഷം 3 മിനിറ്റ് നേരം ഇടവിട്ട് ഇളക്കുക. പിന്നീട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, നാരങ്ങ നീര്, 1/2 കപ്പ് തൈര്. വീണ്ടും ഒരു 30 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച 2.5 ലിറ്റർ വെള്ളത്തിൽ നിന്നും 2 കപ്പ് വെള്ളം, അതായത് കൃത്യം 1/2 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ ചേർത്തതുകൊണ്ട് ചിക്കനുള്ള 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. പിന്നീട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസുകളാണെങ്കിൽ ഏകദേശം ഒരു 6-7 മിനിറ്റ് നേരം വേവിക്കുക. അഥവാ വലിയ പീസുകളാണെങ്കിൽ 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് നേരം വരെ വേവിക്കുക.
ചിക്കൻ ഏകദേശം 70% വെന്താൽ മതി. ബാക്കി നമ്മൾ റൈസ് കൂടി ചേർത്ത് ദം ചെയ്യുമ്പോൾ വെന്തോളും. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പ്, അതായത് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് റെഡിയാക്കി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർക്കുക. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം കൃത്യം 3 മിനിറ്റ് നേരം കൂടി തിളപ്പിക്കുക. ഇത് നന്നായിട്ട് വേവേണ്ട കാര്യമൊന്നുമില്ല. 3 മിനിറ്റിന് ശേഷം ഒരു അരിപ്പയോ മറ്റോ ഉപയോഗിച്ച് വെള്ളം ഊറ്റിക്കളയുക. ചിക്കനിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഈ അരി നന്നായിട്ട് ചൂടായി കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ ഇപ്പോൾ ഏകദേശം 7-8 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് 3 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ച ശേഷം വെള്ളം നല്ലതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത അരി നല്ല ചൂടോടുകൂടി തന്നെ ചേർക്കുക. അതിനുശേഷം അരിയിൽ ചിക്കൻ്റെ മസാല നന്നായിട്ട് പറ്റാവുന്ന രീതിയിൽ മുകൾ ഭാഗം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ പീസുകൾ പരമാവധി ഇതിൻ്റെ ഏറ്റവും അടിയിൽ തന്നെ കിടക്കത്തക്ക രീതിയിൽ മുകൾ ഭാഗം മാത്രമേ ഇളക്കാവൂ. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം വേവിക്കുക. ആദ്യത്തെ 1 മിനിറ്റ് നേരം തീ മീഡിയം ഫ്ലെയിമിലും പിന്നീട് ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കുക. 10 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. വീണ്ടും കുറഞ്ഞത് 10 മിനിറ്റ് നേരമെങ്കിലും തുറക്കാതെ മാറ്റി വയ്ക്കുക. ആമ്പൂർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സാധാരണ ബിരിയാണി സെർവ് ചെയ്യുന്നത് പോലെ ചെറു ചൂടോടുകൂടി സാലഡ്, പപ്പടം, അച്ചാർ ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആമ്പൂർ ചിക്കൻ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.